ആദ്യമേ നമ്മുടെ ലീനയാണ് കാണിക്കുന്നത്. അവനിപ്പോ ഒരുപാട് സങ്കടത്തില് എവിടേക്കോ നോക്കി നിൽക്കുകയാണ്. വർഷത്തിൽ 365 ദിവസവും നമ്മുടെ ആള് നെഞ്ചിപ്സും ഗിഞ്ചിപ്സും ഒന്നുമില്ലാതെ ടൈജിപ്സും കൊണ്ട് പ്രാക്ടീസ് ചെയ്ത് വലിയൊരു ഗനീനാവണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചു. അവൻ അങ്ങനെ സങ്കടപ്പെട്ട് ബുദ്ധിമുട്ടി അതുവഴി നടന്നു വരുമ്പോ അപ്പൊ അവന്റെ അടുത്തേക്ക് ആരോ വരുന്നുണ്ട്. അവന്റെ കഴുത്തില് ഒരു തിളങ്ങുന്ന മാലയുണ്ട്. അതാരാന്ന് നോക്കിയാല് മറ്റാരുമല്ല, നമ്മുടെ കുട്ടപ്പനാണ്. വഴിയിൽ വെച്ച് നമ്മുടെ കുട്ടപ്പൻ ലീനെ കണ്ട്, നീ ഡോക്ടർ ആന്റിയെ കണ്ടോ, ഇപ്പൊ എങ്ങനെയുണ്ട്, എല്ലാം ഓക്കെ ആയോ എന്ന് അവന്റെ അടുത്ത് ചോദിക്കും. അവൻ ഇല്ലെന്ന് പറയും. അപ്പൊ അതേ സമയം നമ്മുടെ കുട്ടപ്പനാവട്ടെ അതൊന്നും മൈൻഡ് ചെയ്യാതെ, നമ്മുടെ വില്ലേജ് ഇപ്പോൾ വലിയ അപകടത്തിലാണ്, എത്രയും പെട്ടെന്ന് നമ്മൾ എല്ലാവരും ചേർന്ന് എന്തെങ്കിലും ചെയ്യണം, അല്ലെങ്കിൽ വലിയ അപകടം ഉണ്ടാവും. അപ്പൊ കുട്ടപ്പന്റെ അടുത്തേക്ക് രണ്ട് പൊടിപ്പിള്ളേർ ഓടി വന്ന്, കൊനഹമാരു അവൻ വലിയ അപകടത്തിലാണെന്ന് പറയും. യഥാർത്ഥത്തില് കൊനഹമാരു അല്ല പ്രശ്നത്തില്, അവനാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്. കൊനഹമാരു ഹൊക്കാഗയുടെ റൂമിൽ കയറി വാതിൽ അടച്ചു വെച്ചിരിക്കുകയാണ്. ആരൊക്കെ ഡോറ് മുട്ടിയിട്ടും നമ്മുടെ കൊച്ചെറുക്കൻ വാതിൽ തുറക്കുന്നതേ ഇല്ല. മാത്രല്ല, വാതിൽ ഒരിക്കലും തുറക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കുഞ്ഞു കുഞ്ഞു പരിപാടികൾ അവൻ കാട്ടിക്കൂട്ടിയിട്ടുമുണ്ട്. അപ്പൊ പുറത്തുള്ള കാവൽക്കാർ പറയും, നോ, നിനക്കറിയാൻ പാടില്ല പൊന്നെ, ഇപ്പൊ പുതിയ ഹൊക്കാഗ വന്നു, ആളുടെയാണ് ഈ റൂം, അതുകൊണ്ട് തീർച്ചയായിട്ടും നീ പുറത്തിറങ്ങാൻ പറയുമ്പോ നമ്മുടെ കൊനഹമാരും ആവട്ടെ അവന് ദേഷ്യം വന്ന്, എന്നെ കൊണ്ട് പറ്റില്ല, ഇതെന്റെ ഗ്രാൻഡ് പേയുടെ റൂമാണ്, നിങ്ങൾ എന്നോട് വഴക്കിട്ടാല് അതെന്റെ ഗ്രാൻഡ് പേയോട് വഴക്കിടുന്നതിന് തുല്യമാണ്, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് ഓടിപ്പോക്കോളാൻ നമ്മുടെ കൊനഹമാര് പറയും. ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല, നമുക്ക് വാതിൽ തല്ലി പൊളിക്കാന്നും പറഞ്ഞ് അവന്മാര് ചാടി വീണ് ആ വാതിൽ തല്ലി പൊളിക്കുമ്പോ നമ്മുടെ ചെറുക്കൻ ഓൾറെഡി അവിടെ ട്രാപ്പ് ഉണ്ടാക്കി വെച്ചുകൊണ്ട് തന്നെ അതെല്ലാം കൂടെ ഉരുണ്ടുപടച്ച് താഴെ വീഴും. വലിയ ശബ്ദത്തില് ഒരുപാട് മുളക് പൊടി പുറത്തേക്ക് വരുമ്പോ അവർക്ക് മനസ്സിലാവും ചെറുക്കൻ ആള് അത്ര ചില്ലറക്കാരനല്ലാന്ന്. അപ്പൊ അവന്മാര് വമ്പം പ്ലാനൊക്കെ ഇട്ട് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ ആന്റി ഇപ്പടേന്ന് പറഞ്ഞ് ലൈറ്റ് ഇടും. ആന്റി അവരെ കണ്ട് ഞെട്ടി, നീയൊക്കെ ഏതാ, നിങ്ങൾ എന്താ ഇവിടെ പരിപാടി എന്നൊക്കെ ചോദിക്കുമ്പോ മാഡത്തിന്റെ റൂമിനുള്ളില് തേർഡ് ഹൊക്കാഗയുടെ പേരക്കുട്ടി കയറിയിരിക്കുകയാണ്, ഞങ്ങൾ എത്ര ശ്രമിച്ചിട്ടും അവൻ പുറത്തിറങ്ങുന്നില്ല എന്ന് പറയുമ്പോ അതിനവള് ദേഷ്യപ്പെട്ട് പറയും, ആരാണെങ്കിലും എനിക്കൊരു ചുക്കുമില്ല, ഞാൻ ഫസ്റ്റ് ഹൊക്കാഗയുടെ പേരക്കുട്ടിയാണ്, തീർച്ചയായിട്ടും ഇത് എന്റെ ക്യാബിനാണെന്ന് പറഞ്ഞ് അവൾ ബഹളം വെക്കാൻ തുടങ്ങും. സോ എത്രയും പെട്ടെന്ന് രണ്ടുപേരും കൂടെ വാതിൽ ചവിട്ടി പൊളിക്കാൻ നമ്മുടെ ആന്റി പറയുമ്പോ നോ എന്നും പറഞ്ഞുകൊണ്ട് കുട്ടപ്പൻ ഓടി വരും. ഓർ ചവിട്ടി പൊളിക്കണ്ട, അവൻ ചെറിയ കുട്ടിയാണ്, ഒരു കാര്യം ചെയ്യാം, ഞാൻ അവനെ പറഞ്ഞു മനസ്സിലാക്കി പുറത്തെത്തിക്കാം, നിങ്ങൾ സമാധാനമായിട്ട് പോകാനായിട്ട് കുട്ടപ്പൻ പറയുമ്പോ ആന്റിക്ക് വീണ്ടും ടെൻഷനായിട്ട്, നിനക്കൊരു ചാൻസ് ഞാൻ തരാം, നെക്സ്റ്റ് ഡേക്കുള്ളിൽ അവനെ പുറത്താക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ തന്നെ അവനെ കഴുത്തിന് പിടിച്ച് പുറത്തു തള്ളും. കട്ട് ചെയ്ത ഹോസ്പിറ്റല്, അവിടേക്ക് നമ്മുടെ സാക്കുറ ആവട്ടെ ഒരുപാട് പൂക്കളുമായിട്ട് വരും. സാക്കുറയെ കണ്ടപാടെ നഴ്സമ്മ പറയും സാസുകയെ ഡിസ്ചാർജ് ചെയ്തെന്ന്. അതിന് സാക്കുറ, എനിക്ക് സാസുകയല്ല മറിച്ച് ലീയാണ് കാണേണ്ടതെന്ന് നേഴ്സിന്റെ അടുത്ത് പറയുമ്പോ നഴ്സമ്മ ആവട്ടെ ഒരു മിനിറ്റ് ചെക്ക് ചെയ്തിട്ട് പറയാന്ന് പറയും. കട്ട് ചെയ്ത നമ്മുടെ ലീ, അവൻ വിഷമത്തോടുകൂടെ ഏതോ ഒരു ബ്രിഡ്ജിൽ നിൽക്കുകയാണ്. അത്രയും ദിവസം വേദന സഹിച്ചതില് അവന് തീരെ ദുഃഖമില്ല. ഒരു നിഞ്ചയാവാൻ കഴിയില്ല എന്നറിഞ്ഞപ്പോഴാണ് അവന് കൂടുതൽ വിഷമായത്. അവൻ ആകെ അപ്സെറ്റ് ആയിട്ട് അങ്ങനെ നോക്കി നിൽക്കുമ്പോ ഇവിടെ കുട്ടപ്പനാവട്ടെ വാതിലിൽ മുട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. എന്റെ പൊന്നുകുട്ട, നീ വാതിൽ തുറക്ക്, നമുക്ക് പുറത്തു പോയിട്ട് നൂഡിൽസ് തിന്നാം, മുട്ടയും കൂട്ടി അടിക്കാം എന്നൊക്കെ നമ്മുടെ കുട്ടപ്പൻ വിളിച്ചു കൂവെങ്കിലും കൊനഹമാരു പയ്യൻ ആദ്യം ഒന്നും മിണ്ടാതെ പിന്നീട് രണ്ട് തെറി കുട്ടപ്പനെയും വിളിക്കും. അതിന് കുട്ടപ്പൻ ദേഷ്യം പിടിച്ച്, നിനക്കെന്താ വിശ്വാസമില്ലേ, എന്റെ കയ്യിൽ പൈസയൊന്നും ഇല്ലെന്ന് വിചാരിച്ചിട്ടാണോ നീ പുറത്തേക്ക് വരാത്തെ, നിന്നെ കണ്ടാ അറിയാം നീ ഒരു സ്വത്ത് കുട്ടിയാണെന്ന്, എന്റെ മുത്തുമണി ദയവായിട്ട് പുറത്തോട്ട് വരാൻ വീണ്ടും കുട്ടപ്പൻ കെഞ്ചിക്കൊണ്ടേയിരിക്കും. കട്ട് ചെയ്ത നമ്മുടെ ലീ, അവൻ വീണ്ടും വിഷാദനായിട്ട് നിന്നോണ്ടിരിക്കുകയാണ്. അപ്പൊ സാക്കുറ അവിടേക്ക് വന്ന് അവന് ഫ്ലവേഴ്സ് കൊടുക്കുമ്പോ നമ്മുടെ ലീക്ക് ഒരുപാട് സന്തോഷാവും. വടിയിൽ നിന്ന് കൈയെടുത്ത് അവൻ ഫ്ലവേഴ്സ് വാങ്ങുമ്പോ അറിയാതെ അവൻ താഴേക്ക് പോവും. അവൾ അവനെ താങ്ങിയെടുത്ത്, നീ തീർച്ചയായിട്ടും രക്ഷപ്പെടും, ഹൊക്കാഗെ ആന്റി എന്തെങ്കിലും ഒരു വഴി കണ്ടെത്താതിരിക്കില്ല എന്ന് പറഞ്ഞ് അവൾ അവനെ ആശ്വസിപ്പിക്കും. നിനക്ക് എന്തെങ്കിലും സഹായം ആവശ്യമാണെങ്കിൽ തീർച്ചയായിട്ടും നിനക്ക് എന്നോട് ചോദിക്കാം, എന്നെ കൊണ്ടാവുന്നത് ഞാൻ ചെയ്തു തരുമെന്ന് പറയുമ്പോൾ ലീക്ക് ഒരുപാട് സന്തോഷാവും. കാരണം അവന് സാക്കുറയെ അത്രമേൽ ഇഷ്ടമാണ്. ഇവിടെ നമ്മുടെ ആന്റിയും അസിസ്റ്റന്റും ആവട്ടെ ഒരുപാട് ബുക്കുമായിട്ട് വഴി കൂടെ നടന്നു പോവാണ്. അപ്പൊ നമ്മുടെ ആന്റി, ഇവിടെ ഒരു സുഖവുമില്ല, ഒന്ന് വെള്ളം അടിക്കാനോ ഒന്ന് ചീട്ട് കളിക്കാനോ യാതൊരു ഫെസിലിറ്റിയും ഇവിടെ ഇല്ല, എനിക്ക് ബോറടിക്കുന്നു. ഇവിടെ കുട്ടപ്പം വീണ്ടും കഥകിൽ മുട്ടിയിട്ട് ഞാൻ തല്ലി പൊളിക്കും, അല്ലെങ്കിൽ നീ തുറന്നോന്ന് കൊനഹമാരുവിനെ ഭീഷണിപ്പെടുത്തും. അവന്റെ ഫ്രണ്ട്സ് ആവട്ടെ പുറത്തു നിന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കുട്ടപ്പന് പെട്ടെന്ന് ഒരു ബുദ്ധി വെളിച്ചമുണ്ടായിട്ട് ഒരു പെണ്ണായി മാറി അവനെ വിളിക്കാൻ തുടങ്ങും. എന്റെ പൊന്നു കുട്ട, ഒന്ന് വാതിൽ തുറക്ക് ചക്കരെ.
എന്നൊക്കെ പറഞ്ഞ് അവനെ സെഡ്യൂസ് ചെയ്യാൻ നോക്കും. കുട്ടപ്പന്റെ കൺട്രോൾ വീണ്ടും പോയിട്ട് അവൻ ഒരുപാട് ക്ലൗൺസിനെ ഉണ്ടാക്കി ചാടി വീണ് ഡോറിൽ ആഞ്ഞിട്ടിക്കും. ആ ഇടിയില് വീണ്ടും ഒരുപാട് പെപ്പർ ബോംബ് പൊട്ടി നമ്മുടെ കുട്ടപ്പന്റെ കാര്യത്തില് ഏകദേശം തീരുമാനമാവും. എന്നെ വിളിക്കണ്ട, കൊന്നാലും ഞാൻ ഇറങ്ങി വരില്ല എന്ന് പറഞ്ഞ് നമ്മുടെ കൊനഹമാരും ആവട്ടെ അവിടെ തന്നെ കുത്തിയിരിക്കും. ഇവിടെ സീൻ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഈ പാൻഡി ആവട്ടെ ഓരോ ടീമിനെ കുറിച്ചും വ്യക്തമായിട്ട് പഠിക്കാൻ തുടങ്ങും. അപ്പൊ അവക്ക് കുറേനയുടെ ടീം വളരെയധികം ഇഷ്ടാവും. അങ്ങനെ ഓരോരുത്തരുടെയും ഹിസ്റ്ററി നോക്കിക്കൊണ്ടിരിക്കുമ്പോ നമ്മുടെ ലീയുടെ ബുക്ക് കാണും. അത് കണ്ട് എന്തോ ഒരു വിഷമം തോന്നി അവൾ പുറത്തേക്ക് നടന്നു വരുമ്പോ അവൻ ഓരോരോ പൂക്കളായിട്ട് പിച്ചി പിച്ചി ആ പുഴയിലൂടെ ഒഴുക്കി വിടും. അത് കാണുമ്പോ നമ്മുടെ ആന്റിക്ക് വീണ്ടും അവളുടെ വിഷമം ഇരട്ടിക്കും. ഇവിടെ സീൻ ബ്ലാക്ക് ഔട്ട് ചെയ്താല് കുട്ടപ്പൻ ഇപ്പോഴും ആ ഡോറിൽ ചാടി വീണ് മുട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ വീണ്ടും കൊനഹമാരു, ഇതെന്റെ ഗ്രാൻഡ് പേയുടെ റൂമാണ്, ഇത് സംരക്ഷിക്കേണ്ടത് എന്റെ ഉത്തരവാദിത്വമാണ്. അപ്പൊ കുട്ടപ്പൻ തിരിച്ച്, നിനക്കെന്താ പറഞ്ഞ മനസ്സിലാവില്ലേ, നമ്മുടെ വില്ലേജ് വലിയ അപകടത്തിലാണ്. ഈ സമയത്ത് നിന്നെപ്പോലൊരു ധീരൻ വാതിലും അടച്ചിട്ട് അകത്തിരിക്കാണോ വേണ്ടെന്ന് കുട്ടപ്പൻ ചോദിക്കും. എന്റെ അപ്പനെ അമ്മേനെ കഴിഞ്ഞ് മോശമാടാ ഞാൻ, തീർച്ചയായിട്ടും ഞാൻ വാതിൽ തുറക്കൂലെന്ന് തന്നെ നമ്മുടെ കൊനഹമാര് പറയുമ്പോ ആ സമയത്ത് കുട്ടപ്പന് കലിപ്പ് കയറി പവർ കയ്യിലെടുക്കുമ്പോ നമ്മുടെ ആന്റി ആവട്ടെ കുട്ടപ്പനെ തള്ളി മാറ്റി ആ ഡോറ് ഇടിച്ചു തെറിപ്പിക്കും. അവൻ ഒരുപാട് ട്രാപ്പ് അകത്ത് വെച്ചോണ്ട് തന്നെ എല്ലാം ഉരുണ്ടുപെടച്ച് നമ്മുടെ ആന്റിയുടെ മേത്തേക്ക് വീഴും. അവൾ ഓരോന്നും തട്ടിത്തെറിപ്പിച്ച് സിമ്പിളായിട്ട് അവന്റെ അടുത്തേക്ക് വരും. കുട്ടപ്പൻ ഒരു ഭാഗത്ത് യെസ് യെസ് പിടിക്ക് അവനെ എന്ന് നമ്മുടെ ആന്റിക്ക് കട്ട സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആന്റി അവന്റെ മുൻപിലേക്ക് വന്ന് അവനെ പിടിക്കാൻ നോക്കുമ്പോ കൊനഹമാര് പയ്യൻ പേടിച്ചു വിറച്ച് കണ്ണൊക്കെ പൊത്തിയിരിക്കും. കുട്ടപ്പനാവട്ടെ അവന്റെ കഥ ഇപ്പൊ കഴിയൊന്ന് കരുതി നോക്കിയിരിക്കുകയാണ്. അപ്പൊ അവള് കാഷ്വൽ ആയിട്ട് അവന്റെ തലേന്റെ മേലെയുള്ള ഒരു ബുക്ക് എടുത്ത് പുറത്തേക്ക് വരും. കുട്ടപ്പന്റെ കാറ്റ് പോയിട്ട്, അപ്പൊ നീ അവനെ അടിക്കുന്നില്ലേ, നീ എന്തായി കാണിക്കണേ, നിനക്ക് വട്ടുണ്ടോന്ന് കുട്ടപ്പൻ ചോദിക്കും. കുട്ടപ്പൻ കൊനഹമാരുവിനെയും കൂട്ടി തേർഡ് ഹൊക്കാഗയുടെ കല്ലറയിൽ വന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങും. എന്നിട്ട് കുട്ടപ്പൻ പറയും, ഞാൻ ഓൾറെഡി എല്ലാ കാര്യങ്ങളും നിന്നോട് പറഞ്ഞു, എന്നിട്ട് നീ ഇങ്ങനെ തന്നെ പെരുമാറുകയാണോ? ദയവ് ഇത് നമ്മുടെ ഗ്രാമത്തിന്റെ ഒപ്പം നീ നിൽക്കണം. ഇന്ന് ഗ്രാമത്തിന് ഒരുപാട് പേര് നഷ്ടപ്പെട്ടു. നമ്മൾ കൂടെ സ്ട്രോങ് ആയിട്ട് നിന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഗ്രാമം വലിയ അപകടത്തിലേക്ക് പോകുമെന്ന് കൂടെ കുട്ടപ്പൻ കൂട്ടിച്ചേർക്കും. പക്ഷെ അപ്പോഴും നമ്മുടെ കൊനഹമാരും ആവട്ടെ അത് മൈൻഡ് ചെയ്യില്ല. ഇറൂക്ക പറഞ്ഞ എല്ലാ കാര്യങ്ങളും കുട്ടപ്പൻ പറഞ്ഞു കൊടുക്കുമെങ്കിലും അവന്റെ തലയിൽ അതൊന്നും തന്നെ കേറൂല. ഇത് ഓൾറെഡി എന്നോട് ഇറൂക്ക പറഞ്ഞതാണെന്ന് കൊനഹമാര് പറയുമ്പോ കുട്ടപ്പനാവട്ടെ ചമ്മി ഐസായി പോവും. അപ്പൊ കുട്ടപ്പന് മനസ്സിലാവും അവൻ ഇഷ്ടപ്പെടാത്തത് ആന്റിയെയാണ്. ആന്റി നിനക്ക് ഇഷ്ടപ്പെട്ടില്ലേന്ന് കുട്ടപ്പൻ എടുത്തു ചോദിക്കുമ്പോ കൊനഹമാരും ആവട്ടെ അവൻ തലകുലുക്കും. ഇത്ര കാലവും ഞാൻ ഹൊക്കാഗയുടെ പേരമകൻ എന്നാണ് അറിയപ്പെട്ടത്. ഇനി മുതൽ എല്ലാവരും എന്നെ വെറും കൊനഹമാരു എന്ന് മാത്രമേ വിളിക്കൂ എന്നും പറഞ്ഞ് പാവം നമ്മുടെ പൊടിച്ചക്കൻ കരഞ്ഞോണ്ടിരിക്കുകയാണ്. ഇതിനാണോ നീ കരയുന്നതെന്ന് ചോദിച്ചിട്ട് ആദ്യം നീ പറഞ്ഞു നിന്നെ ഹൊക്കാഗയുടെ പേരക്കുട്ടി എന്ന് വിളിക്കുന്നത് നിനക്ക് ഇഷ്ടമല്ലാന്ന്. ഇപ്പൊ പറയുന്നു നിനക്ക് അങ്ങനെ വിളിക്കുന്നതാണ് ഏറെ ഇഷ്ടമെന്ന്. നിനക്ക് പ്രാന്താണോ എന്ന് കുട്ടപ്പൻ ചോദിക്കുമ്പോ കൊനഹമാരു മോങ്ങി മോങ്ങി കരഞ്ഞ്, ഇപ്പോഴുള്ള ഹൊക്കാഗെ തീർച്ചയായിട്ടും എല്ലാവരെയും മാറ്റും, മാത്രമല്ല എന്റെ ഗ്രാൻഡ് പയെ കുറിച്ചുള്ള ഓർമ്മകൾ അതെല്ലാവരുടെയും മനസ്സിൽ നിന്ന് ഇല്ലാതാവും. കുട്ടപ്പൻ പറയും, അപ്പൊ നിന്റെ പ്രശ്നം അതൊക്കെയാണ്. ഒരു പക്ഷേ നമുക്ക് ആന്റിയുമായിട്ട് ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കാൻ പറ്റുകയാണെങ്കിൽ നിന്റെ പ്രോബ്ലംസ് തീരില്ലേ. തേർഡ് ഹൊക്കാഗെ ചെയ്ത ഒരു കാര്യങ്ങളും മാറ്റരുതെന്ന് പറയാം. മാത്രമല്ല എല്ലാവരോടും തേർഡ് ഹൊക്കാഗെ ഒരിക്കലും മറക്കരുതെന്ന് കൂടെ നമുക്ക് ആ എഗ്രിമെന്റിൽ എഴുതി ചേർക്കാമെന്ന് കുട്ടപ്പൻ പറയും. കട്ട് ചെയ്ത നമ്മുടെ അസിസ്റ്റന്റ് ചേച്ചിയും പന്നിക്കുട്ടിയും ആന്റിയെ അന്വേഷിച്ച് നടക്കുകയാണ്. ഓ ഷിറ്റ്, ഇവളെവിടെ പോയി കിടക്കുന്നു പറഞ്ഞ് അവർ രണ്ടുപേരും അവിടെ മുഴുവൻ അലഞ്ഞ് ഒരു റെസ്റ്റോറന്റില് വെള്ളം അടിച്ച് ബുക്ക് വായിക്കുന്ന ആന്റിയെ കണ്ടുപിടിക്കും. അത് കണ്ട് നമ്മുടെ ചേച്ചി ഞെട്ടും. കാരണം ഇന്നേ വരെ നമ്മുടെ ആന്റി പഠിക്കുന്നത് ചേച്ചി കണ്ടിട്ടില്ല. ഇവിടെ നമ്മുടെ കുട്ടന്മാര് ആന്റിയെ കണ്ട് അവരുടെ ഡിമാൻഡ്സ് പറയാൻ വരുമ്പോ അസിസ്റ്റന്റിന്റെ സൗണ്ട് കേട്ട് അവർ ഒരു നിമിഷം അവിടെ തന്നെ നിൽക്കും. ആന്റി അസിസ്റ്റന്റിനോട് പറയും, കബൂട്ടോ ഫൈറ്റ് ചെയ്ത് ഒരുപാട് അടി മേടിച്ചപ്പോ അവനൊരു പ്രത്യേക ജിപ്സ് ഉപയോഗിച്ചുകൊണ്ട് അവന്റെ സെല്ലുകളെല്ലാം തന്നെ പെട്ടെന്ന് റെഡിയാക്കി എടുത്തു. അത് പഠിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും എന്റെ പേഷ്യൻസിന് എനിക്കത് അപ്ലൈ ചെയ്യാൻ കഴിയും. ഇതുപയോഗിച്ചുകൊണ്ട് എനിക്ക് തീർച്ചയായിട്ടും ലീനെ രക്ഷപ്പെടുത്താൻ കഴിയുമെന്ന് പറയുമ്പോ അസിസ്റ്റന്റ് ചേച്ചി ആവട്ടെ, നീ ഇത് ചെയ്താല് അത് നിനക്ക് വലിയ ആപത്താണെന്ന് പറയും. ഞാൻ ഈ ഗ്രാമത്തിന്റെ ഹൊക്കാഗെയാണ്, തീർച്ചയായിട്ടും എന്ത് വില കൊടുത്തും ഗ്രാമത്തിന് വേണ്ടി തന്നെ ഞാൻ ജീവിക്കുള്ളൂ എന്ന് പറയുമ്പോ കൊനഹമാരുവിന് ഒരുപാട് വിഷമായിട്ട് അവന്റെ ഗ്രാൻഡ് പേയുടെ ഒരു ഫ്ലാഷ് ബാക്ക് ആലോചിക്കും. ഗ്രാമത്തില് വലിയൊരു യുദ്ധം തടയാനായിട്ട് തേർഡ് ഹൊക്കാഗെ പോകാൻ ശ്രമിക്കുമ്പോ കൊനഹമാരു പേടിച്ച് ആളെ തടഞ്ഞു വെക്കും.
അപ്പൊ ആ സമയത്ത് നമ്മുടെ ഹൊക്കാഗെ ആവട്ടെ, ഞാൻ ഈ വില്ലേജിന്റെ തലവനാണ്, തീർച്ചയായിട്ടും ഈ വില്ലേജിനെ ഞാൻ സംരക്ഷിക്കുന്നു പറഞ്ഞ് ആ പെരുമഴയില് ഓടി അങ്ങ് പോവും. അതേ വില്ലേജിനോടുള്ള സ്നേഹം നമ്മുടെ ആന്റിക്കും ഉണ്ടെന്ന് കൊനഹമാരുവിന് മനസ്സിലാവുമ്പോ അവൻ കുട്ടപ്പനുമായിട്ട് ജോളിയായിട്ട് തിരികെ പോവും. ഇവിടെ നമ്മുടെ ആന്റി ലീന എങ്ങനെ പഴയതുപോലെ ആക്കി തീർക്കാന്ന് കൂലങ്കക്ഷമായിട്ട് ആലോചിച്ചിരിക്കുന്നതോടുകൂടെ ഈ ഒരു ബ്രഹ്മാണ്ഡ എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.